بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മാന്യ ജനങ്ങളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാനും പരിചയപ്പെടാനും ഭാഗ്യം ലഭിച്ചു. ഈ സമയത്ത് തൗഹീദ് എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണമെന്നാണ് ഇതിൻ്റെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രസ്തുത വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം സത്യമായി പറയുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് കഴിഞ്ഞുപോയ ഏതാണ്ട് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത മഹത്തായ തത്വമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞു. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാർ അഖിലവും പ്രബോധനം ചെയ്തതിൽ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാകുന്നു എന്ന്. ഈ തത്വം തന്നെയാണ് പ്രവാചകത്വം ലഭിച്ച് 11ഓളം വർഷങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രബോധനം ചെയ്തത്. നമസ്കാരം കൊണ്ട് ഉപദേശിക്കുന്നതിന് മുമ്പ്, നോൽമ്പ് പഠിപ്പിക്കുന്നതിന് മുമ്പ്, ഹജ്ജ് പരിചയിപ്പിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 11 വർഷങ്ങളോളം
ഇത് തന്നെയായിരുന്നു പ്രബോധനം ചെയ്തിരുന്നത്. എന്നിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ തൗഹീദിനുള്ള സ്ഥാനം നമുക്ക് ഊഹിക്കാവുന്നതാണ്. മറ്റേത് പ്രവർത്തനം സ്വീകരിക്കണമെങ്കിലും അതിന്റെ നിബന്ധന തൗഹീദ് ഉൾക്കൊണ്ടിരിക്കണമെന്നാണ്. തൗഹീദ് ഉൾക്കൊള്ളാത്ത ആളുകളുടെ യാതൊരു പ്രവർത്തനവും സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന്, അഥവാ അവന്റെ വിശ്വാസത്തിന്റെ തകരാറ് അവന്റെ പ്രവർത്തനത്തിന് മുഴുവനും അസാധുവാക്കിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിന്നിലേക്കും നിന്റെ മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരിലേക്കും നാം സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ലഇൻ അശ്റക്ത, നീ അല്ലാഹുവിൽ പങ്കു ചേർത്തിയാൽ, അഥവാ തൗഹീദിന്റെ എതിരാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഈ ശിർക്കിന്റെ അംശങ്ങൾ നിന്നിലുണ്ടായാൽ ലയഹ്ബതന്ന അമലുക, തീർച്ചയായും നിന്റെ അമലുകൾ അത് അസാധുവാക്കിക്കളയും, പൊളിച്ചു കളയും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്ന് നിന്നിലേക്കും നിന്റെ മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാർ അഖിലത്തിലേക്കും നാം സന്ദേശം അറിയിച്ചു എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. തൗഹീദ് പറയുമ്പോൾ അതിന്റെ എതിരുള്ള ശിർക്ക് പറയാതെ തൗഹീദ് മനസ്സിലാവുകയില്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, രാത്രി എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അതിനെതിരിൽ പകലുണ്ടാകണം. മനുഷ്യവർഗത്തിൽ ഒരു വിഭാഗത്തിന് സ്ത്രീ എന്ന് പേരിടണമെങ്കിൽ അതിനെതിർലിംഗത്തിൽ പുരുഷന്മാരുണ്ടായിരിക്കണം. യതബയ്യനുൽ അശ്യാഉ ബിഅദ്ദാദിഹ, വസ്തുക്കൾ വ്യക്തമാകുന്നത് അതിന്റെ ളിദ്ദുകൾ കൊണ്ടാണ്, അതിനെതിരുള്ള വസ്തുക്കൾ കൊണ്ടാണ്. എന്നിരിക്കുമ്പോൾ തൗഹീദ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ശിർക്ക് എന്താണെന്ന് കൂടി വിശദീകരിക്കേണ്ടി വരും. തൗഹീദ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമല്ല ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണ് എന്നാണ് തൗഹീദിന്റെ വിവക്ഷ. എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം പോലത്തെ ശരീരമോ അവന്റെ വിശേഷണങ്ങൾ പോലത്തെ വിശേഷണങ്ങളോ അവന്റെ പ്രവർത്തനം പോലത്തെ പ്രവർത്തനമോ അവനല്ലാത്തവരിൽ ഉണ്ടാവുകയില്ല, അവനല്ലാത്തവർക്കുണ്ടാവുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് നാം ചെറുപ്പത്തിൽ പഠിച്ചതാണ്, എല്ലാവരും പഠിക്കുന്നതുമാണ്, പഠിപ്പിക്കുന്നതുമാണ്. മദ്രസയിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികള് ചൊല്ലിപ്പഠിപ്പിക്കുന്ന പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാരിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു എന്ന് പറഞ്ഞാൽ അവനുള്ളവനാണ്, അവൻ അനാദ്യനാണ്, അവൻ എന്നെന്നുമുള്ളവനാണ്. മുഖാരിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, നിരുപാധികം ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളോടും അവൻ എതിരായവനാണ്, മാറായവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള യാതൊരു ശക്തിക്കും യാതൊരു വ്യക്തിക്കും അള്ളാഹുവിന്റെ പ്രവർത്തനം പോലത്തെ പ്രവർത്തനമോ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പോലത്തെ വിശേഷണങ്ങളോ അള്ളാഹുവിന്റെ ശരീരം പോലത്തെ ശരീരമോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ അതിന് ശിർക്ക് എന്ന് പറയുന്നു. അതാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി ശിർക്ക് എന്നതിന് വിശദീകരണം നൽകിയിരിക്കുന്നത്. അശ്ശിർക്കു അൻ യുസ്ബിത ലിഗൈരില്ലാഹി സുബ്ഹാനഹു വ തആല ശൈഅൻ മിൻ സിഫാത്തിഹിൽ മുഖ്തസ്സത്തി ബിഹി. ശിർക്ക് എന്ന് പറഞ്ഞാൽ സർവശക്തനായ അല്ലാഹുവിന് മാത്രമുള്ള വിശേഷണങ്ങളെ അല്ലാഹു അല്ലാത്തവർക്ക് അംഗീകരിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഈ ശിർക്കിനെ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും എതിർക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു. അതിനെതിരുള്ള തൗഹീദ് ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗത്തിനടുക്കൽ അവരറിയാതെ
ഷിർക്കിന്റെ വശങ്ങൾ ഇന്ന് വെച്ച് പുലർത്തുന്നുണ്ട് എന്നതൊരു സത്യമാണ്. മുജാഹിദുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യകാലം മുതൽക്ക് തന്നെ ഈ സമൂഹത്തിലുള്ള ഷിർക്കിനെതിരെയാണ് അവർ ശബ്ദിക്കേണ്ടി വന്നത്. കാരണം സ്വന്തം വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കാമെന്നുള്ള തത്വപ്രകാരം സ്വന്തം സമൂഹത്തിലുള്ള ഷിർക്കിനെതിരെയാണ് ശബ്ദിക്കേണ്ടി വന്നത്. ഇന്ന് വലിയ മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായിട്ടുണ്ടെങ്കിലും അതേ പ്രകാരമുള്ള ഷിർക്കുകൾ വെച്ചു പുലർത്തുന്നവർ ധാരാളമുണ്ട് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജിഹാദ് നിർത്തിക്കൂടാ. ഷിർക്ക് എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദുകൾ എവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിലും ഒരു ദിവസമെങ്കിലും തൗഹീദ് എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നത്. തൗഹീദ് എന്താണെന്ന് മനസ്സിലാകുമ്പോഴേ ഞാൻ ആർക്കെങ്ങനെ ആരാധിക്കണമെന്നതിനെ സംബന്ധിച്ച് മനുഷ്യന്റെ മനസ്സിലൊരു രൂപമുണ്ടാകുന്നുള്ളൂ. ഇന്ന് നാം തൗഹീദ് അംഗീകരിക്കുന്നു. നമ്മിൽ പല ആളുകളും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ അർത്ഥം സൂക്ഷ്മമായി മനസ്സിലാക്കിയിട്ടില്ല. ലാ ഇലാഹ, യാതൊരു ആരാധ്യനുമില്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. അല്ലാഹു അല്ലാതെ മറ്റൊരല്ലാഹു ഉണ്ട് എന്നല്ല, അല്ലെങ്കിൽ ലോകത്തിൽ രണ്ട് അല്ല ഇല്ല എന്നല്ല. പിന്നെയോ ആരാധ്യനായി അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇവിടെ അല്ലാഹു എന്ന ഒരു ശക്തിയുണ്ടെന്ന് സ്ഥാപിക്കുകയല്ല. പ്രവാചകന്മാർക്ക് മുഴുവനും നേരിടേണ്ടി വന്നിരുന്നത് ദൈവനിഷേധികളായ, ലോകത്തിനൊരു ദൈവമില്ല, ഒരാരാധ്യനില്ല എന്ന സമൂഹത്തിനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ വാദിക്കുന്ന സമൂഹത്തിനെ ആയിരുന്നില്ല. മറിച്ച് ധാരാളം ആരാധ്യ വസ്തുക്കൾ അംഗീകരിക്കുന്നവരെയായിരുന്നു. അതുകൊണ്ടാണ് മുഴുവൻ പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയേണ്ടി വന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഒരു ദൈവനിഷേധിയോടല്ല പറയുന്നത്, മറിച്ച് അള്ളാഹുവിനെ അംഗീകരിച്ച്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പലതിനെയും അംഗീകരിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നവനോട് തന്നെ. പക്ഷേ അള്ളാഹു അല്ലാത്ത മറ്റു പലതിനെയും അവൻ ആരാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനോട് പറയുകയാണ് ലാ ഇലാഹ, യാതൊരു ആരാധ്യനുമില്ല തന്നെ. അവന്റെ മനസ്സിൽ വെച്ച് പുലർത്തുന്ന നൂറുകണക്കിനെങ്കിൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ദൈവങ്ങളെ തുടച്ചു മാറ്റിയതിനു ശേഷം ആ കളങ്കരഹിതമായ ഹൃദയത്തിൽ നട്ടുകൊടുക്കുന്നു ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. അപ്പോൾ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല, അഥവാ ദൈവങ്ങളൊന്നും ആരാധനക്കർഹതയുള്ളവയല്ല. യഥാർത്ഥത്തിൽ ആരാധനക്കർഹതയുള്ള ദൈവം ലോകത്തിലൊന്ന് മാത്രമേ ഉള്ളൂ, അതത്രേ സർവശക്തനായ അല്ലാഹു. ഈ തത്വം അംഗീകരിക്കാനായിരുന്നു പ്രവാചകന്മാര് പാടുപെട്ടത്. 950ഓളം കൊല്ലം പരിശുദ്ധ തൗഹീദിലേക്ക്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച നബിയുല്ലാഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവന് അവസാനം നിരാശനായി പടച്ച തമ്പുരാനോട് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. നാഥാ, ഈ ഭൂമുഖത്ത് ഈ കാഫിറുകളുടെ ഒരു നുറുമ്പ് പോലും നീ അവശേഷിപ്പിക്കല്ല നാഥാ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അവസാനമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവുകളിൽ നിന്ന് അടർന്നു വീണത്. അങ്ങനെ പ്രവാചകന്മാരഖിലവും അവരുടെ സമൂഹത്തിനെ ക്ഷണിച്ചിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരുന്നു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന തത്വത്തിലേക്ക്. ഈ തത്വം തന്നെയാണ് അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവിടെ പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മഹാന്മാരായ സഹാബികൾ അത് കൃത്യമായി നബിയിൽ നിന്നും മനസ്സിലാക്കി യാതൊരു ആരാധനയും അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ചെയ്യുകയില്ല എന്ന തീരുമാനം അവർ മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും നടപ്പിലാക്കി. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം നമ്മുടെ ജന്മശത്രുവാകുന്ന ഇബ്ലീസ് വെറുതെ ഇരുന്നില്ല. ഈ സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ
ആ കലിമത്ത് തൗഹീദിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും കടത്തിക്കൂട്ടാൻ വേണ്ടി അവൻ ഭഗീരഥ യത്നം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പലപ്പോഴും അവൻ വിജയിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ആ തത്വത്തിനെതിരിൽ നീങ്ങാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. എന്നാൽ ആരാധന എന്നാൽ എന്ത്, ഏതെല്ലാം ആരാധനയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള സംശയമാണ് മനുഷ്യന്റെ മനസ്സിൽ അവൻ സൃഷ്ടിച്ചത്. നിങ്ങൾ കേട്ടു, ആരാധനയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ പ്രാർത്ഥന, ഹുവൽ ഇബാദ അതാണ് ആരാധന. ആരാധന എന്ന് പറയണമെങ്കിൽ അതിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം. ഈ പ്രാർത്ഥന ആരാധനയാണ്. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാവൂ. പ്രാർത്ഥന ഒതുങ്ങുന്ന വിനയ വണക്കങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാവൂ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പ്രാർത്ഥനയൊതുങ്ങുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ചെയ്താൽ അപ്പോഴവിടെ ശിർക്ക് സംഭവിച്ചു. അപ്പോഴ് ഒരാള് അള്ളാഹു അല്ലാത്ത ആളോട് സഹായത്തിന് അപേക്ഷിച്ചു. എങ്ങനെ? അഭൗതിക മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ സഹായത്തിന് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ സത്യത്തിൽ അവന് ശിർക്ക് സംഭവിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചു പോകുന്നത് മനുഷ്യർ? അള്ളാഹുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ട്. അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അംഗീകരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഷാഹി വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞത്, അശ്ശിർകു അൻ യുസ്ബിത ലിഗൈരില്ലാഹി സുബ്ഹാനഹു വതആല ശൈഅൻ മിൻ സിഫാത്തിഹിൽ മുഖ്തസത്തി ബിഹി എന്ന്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിന് മാത്രം ബന്ധപ്പെട്ട വിശേഷണങ്ങൾ അംഗീകരിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നതെന്ന്. ഇത് നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ വളരെ സത്യമായി നമുക്ക് അനുഭവപ്പെടും. ഉദാഹരണമായി, അള്ളാഹുവിന്റെ മഹത്തായ വിശേഷണത്തിൽപ്പെട്ടതാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുക എന്നത്. ഈ അദൃശ്യ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അറിയുകയില്ല എന്ന് അള്ളാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ തീർത്ത് പറയുന്നു. നമ്മുടെ ചില സ്നേഹിതന്മാർ, ചില സഹോദരങ്ങൾ പറയാറുണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകളോട് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ല, ചോദിക്കുന്നതിന് വിരോധമില്ല. കാരണം അള്ളാഹു ഇന്ന കഴിവ് ഇന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു തആല കൊടുത്താൽ ഏത് കഴിവും കൊടുത്തൂടെ? അതുകൊണ്ട് അള്ളാഹു തആല കൊടുക്കുമെന്ന് എന്ന നിലക്ക് അള്ളാഹു അല്ലാത്ത ആളുകളോട് നമുക്ക് കാര്യങ്ങൾ ആവശ്യപ്പെടാമെന്ന്. എന്നാൽ അള്ളാഹു തആല തീർത്ത് പറയുന്നു, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, ലാ യഅലമുൽ ഗൈബ, അദൃശ്യമായ കാര്യങ്ങൾ അറിയുകയില്ല, ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ. എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി ഊന്നിപ്പറയുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്, പറയൂ പ്രവാചകരെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആരും തന്നെ അറിയുകയില്ല അദൃശ്യമായ കാര്യങ്ങളെ, ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ. മഹാന്മാര്, ശൈഖന്മാര്, ഔലിയാക്കന്മാര്, അമ്പിയാക്കന്മാര്, മലായിക്കത്തുകള് തുടങ്ങിയിട്ടുള്ള ആളുകൾ അവർ അല്ലാഹുവുമായിട്ടുള്ള സാമീപ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൈബ് അറിയും എന്ന് ചില ആളുകൾ വാദിക്കുന്നു. ഈ ആയത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാധാരണക്കാരനെ സംബന്ധിച്ചാണ്. എന്നാല് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സാലിഹീങ്ങൾ, മുഖറബീങ്ങൾ, ഔത്താദുകൾ, അർബാബുകൾ തുടങ്ങിയിട്ടുള്ള മഹാന്മാർക്ക് അള്ളാഹുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് പലപ്പോഴും അത് സാധിക്കും എന്നാണ്. എന്നാല് അതിനെയും അല്ലാഹു തആല നിഷേധിക്കുകയാണ്. കാരണം ഇവിടെ വലിയായിത്തീരുന്നത്, മഹാനായിത്തീരുന്നത്, ഷെയ്ഖായിത്തീരുന്നത്,
അതേ പ്രകാരം എന്ത് പേരിൽ അറിയപ്പെടുന്ന ആളുകളും ആ പേരിലേക്ക് എത്തിച്ചേരുന്നത് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് കൊണ്ടാണല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ സമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം നാം വിശദീകരിച്ചാൽ അഖില്ലാ മൻ യുഹ്സി മദിഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖറഉ. അബൂബക്കർ വാഇദുൽ ബഗ്ദാദി പറഞ്ഞു, അഖില്ലാ മൻ യുഹ്സി മദിഹ മുഹമ്മദി, മുഹമ്മദ് നബിയുടെ വിശേഷണങ്ങൾ ആർക്കാണ് കണക്കാക്കാൻ കഴിയുന്നത് സ്നേഹിതന്മാരെ? വഫീ മദ്ഹിഹി കുതുബും മിനല്ലാഹി തുഖറഉ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ ഒതുങ്ങിയിട്ടുള്ള അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഇതാ ഓതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കാൻ വേണ്ടി തുനിഞ്ഞ ആളുകൾ മുഴുവനും ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. അറബിയിലെ നല്ലൊരു സാഹിത്യകാരനായിരുന്ന ഇമാം ബൂസരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിച്ച് പലതും വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ നാവിൽ വരുന്നത് ഭാവനയിൽ വരുന്നത് എല്ലാം കൊണ്ടും വിശദീകരിച്ച് അവസാനം പറഞ്ഞ എന്താണെന്നറിയോ? വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. വമബ്ലഗുൽ ഇൽമി, ഇൽമിന്റെ അറ്റം അഥവാ അറിവിന്റെ അറ്റം, ഫീഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ, അന്നഹു ബശറുൻ, നബി ഒരു മനുഷ്യനാണ്, നബി ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തിലുള്ള സർവ്വ സൃഷ്ടികളിലും ഏറ്റവും അത്യുത്തമനാണ്, ഉന്നതനാണ്, ശ്രേഷ്ഠനാണ് റസൂലുള്ളാഹി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശദീകരിച്ചത്. എന്നിട്ട് എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുക. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേക്കാൾ ശ്രേഷ്ഠനായ ഒരു ഔലിയ അല്ലെങ്കിൽ ഒരു ഔലിയ കൂടാ. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, ഖുൽ ലാ അംലികു നഫ്സി നഫ്അൻ വലാ ദർറൻ ഇല്ലാ മാ ശാ അല്ലാഹ് വലാ അഅലമു ഗൈബ വലൗ കുൻതു അഅലമു ഗൈബ ലസ്തക്തർതു മിനൽ ഖൈർ വമാ മസ്സനി യസൂ ഇൻ അന ഇല്ലാ ബശീറുൻ നദീറുൻ ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുമിനൂൻ. ഖുൽ, പറഞ്ഞു കൊടുക്കൂ മുഹമ്മദ് നബിയെ സമൂഹത്തോട്, എന്താ? എന്റെ ശരീരത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ എനിക്ക് അധീനപ്പെടുത്താൻ സാധ്യമല്ല. അതേ പ്രകാരം തന്നെ ഞാൻ അറിയുകയില്ല, അദൃശ്യമായ കാര്യം അറിയുകയില്ല എന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം മുഹമ്മദ് നബിയെ. ഞാനെങ്ങാനും അദൃശ്യമായ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ഞാൻ നന്മ വർദ്ധിപ്പിക്കുമായിരുന്നു, സ്പർശിക്കുമായിരുന്നില്ല. അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പലർക്കും വിഷമങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊലകൾ നേരിടേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ അറിയുകയായിരുന്നുവെങ്കിൽ ആ സഹാബികളെ ആ മാർഗത്തിൽ അയക്കാതിരിക്കുക ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് ഗൈബ് അറിയുകയില്ല. ഇന്നന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുമിനൂൻ, ഞാൻ ജനങ്ങൾക്ക് താക്കീത് നൽകുന്നവർ എന്നവനും അതേ പ്രകാരം വിശ്വസിച്ചിരിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമായ ഒരു പ്രവാചകൻ മാത്രമാണ്. ലോകത്തിനോട് പറഞ്ഞു കൊടുക്കൂ മുഹമ്മദ് നബിയെ എന്ന് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ വ്യക്തികളുടെ മഹത്വം കൊണ്ട്, ബഹുമാനം കൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അദൃശ്യകായമായ കാര്യങ്ങൾ അറിയുക എന്നുള്ള കഴിവ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഇനി നിങ്ങൾ വെച്ച് നോക്ക്, ഇത് മനസ്സിലാക്ക്. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കില്ല. പരിശുദ്ധ ഖുർആനില് അതിനൊരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അന്നൊരു നാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ കയറി വന്നു.
എന്നിട്ട് അവര് സലാം ചൊല്ലി, സലാം മടക്കി ഇരുന്നു, ഇരിക്കാൻ വേണ്ടി പറഞ്ഞു ഇരുന്നു. അങ്ങനെ അവരിയ്ക്കുമ്പോൾ അകത്ത് പോയിട്ട് വേഗം ഒരു മൂരിക്കുട്ടനെ പിടിച്ച് ശരിയാക്കി വൃത്തിയായി പാകം ചെയ്ത് മുമ്പ് കൊണ്ടുവച്ചു. കഴിക്കുന്ന ഇവര് കഴിക്കുന്നില്ല. ഇത് ഞാൻ കഥ പറയല്ല, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിരിക്കുന്ന സംഭവമാണ്. വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ ഖാലൂ സലാമാ ഖാല സലാം ഫമാ ലബിസ അൻ ജാഅ ബിഅജ്രിൻ ഹനീദ്. ഒരു ചുട്ട പശുക്കുട്ടിയെ കൊണ്ടുവച്ചു, എന്നിട്ട് പറഞ്ഞു തിന്നൂ എന്ന് പറഞ്ഞു. കഴിക്കുന്നില്ല. അവര് കൈ അങ്ങോട്ട് നീട്ടുന്നില്ല. അപ്പൊ ഒരു ഭയം. അതിഥി വീട്ടിൽ വന്നാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് നല്ല ലക്ഷണമല്ല. അല്ല എങ്കിൽ എന്നെ പരീക്ഷിക്കാൻ വന്നവരോ ശത്രുക്കളോ ആരാണിത് എന്നൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ആ വന്ന ആളുകൾ പറയുന്നത് അറിയോ? ലാ തഖഫ്, പരിഭ്രമത്തിന്റെ നിഴൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് ദർശിച്ച ആ വന്നിരിക്കുന്ന ആളുകൾ പറഞ്ഞു, ലാ തഖഫ്, ഭയപ്പെടേണ്ടതില്ല. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങളെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ അയച്ചിരിക്കുന്ന മലക്കുകളാണ്. നോക്കി നിങ്ങള്, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ മുമ്പിൽ വന്ന് സലാം ചൊല്ലി ഇരുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണെന്ന് മനസ്സിലാകാൻ, എന്താണ് ഇവരുടെ സ്ഥിതി എന്ന് മനസ്സിലാകാൻ, എന്തിന് വന്നു എന്ന് മനസ്സിലാകാൻ എന്ത് പറയേണ്ടി വന്നു? അവര് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. മനസ്സിലായില്ല. അവരുടെ ഹൃദയത്തിലുള്ള കാര്യം എന്താണെന്ന്, അവർ കാണുന്ന പ്രകൃതി തന്നെ എന്താണെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായില്ല. നിങ്ങൾ നോക്കി, നമ്മൾ ഇങ്ങനെയാണോ വിശ്വസിക്കുന്നത്? നമ്മിൽ പല ആളുകളും വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് അങ്ങോട്ട് അടുത്താൽ ആ മനുഷ്യന് മറ്റുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ തുറന്നു കാണാൻ സാധിക്കും. അതെ, മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് രചിച്ചിട്ടുള്ള മൗലിദിൽ പറയുന്നത് അങ്ങനെയാണ്. അന്താ മുബ്ദിഉൻ നവാദിർ മുൽഹിറും മാ ഫിൽ ലമായിർ മുഖ്ബിറും മാ ഫിസ് സറായിർ റഹ്മത്തൻ ദുനിയാ വദീന. അന്ത മുബ്ദിഉൻ നവാദിർ, അങ്ങ് അസാധാരണ കാര്യങ്ങള് വെളിച്ചത്ത് കൊണ്ടുവരുന്ന ആളാണ്. അതേ പ്രകാരം തന്നെ മുൽഹിറും മാ ഫിൽ ലമായിർ, ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവനാണ്. മുഖ്ബിറും മാ ഫിസ് സറായിർ, രഹസ്യങ്ങളെ കൊണ്ട് സംസാരിക്കുന്നവനാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തൻ ദുനിയാ വദീന, അങ്ങ് ഈ മതത്തിനും ലോകത്തിന് തന്നെയും അനുഗ്രഹമാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവർകളെ. മുഹയ്യിദ്ദീൻ ശൈഖിനോട് വിശേഷമായിട്ട് പറയാ, ഉള്ളിലുള്ളത് സംസാരിക്കുന്ന വ്യക്തി, മനസ്സിലുള്ളത് അറിയുന്ന വ്യക്തിയാണ്. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇത് അറബി ആയതുകൊണ്ട് തിരിയാൻ വിഷമമുണ്ടെങ്കിൽ അത് പരിഭാഷപ്പെടുത്തിയിട്ട് മാലക്കാരൻ പറയുന്നു, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണിൽ കണ്ടിട്ടില്ലാത്തത് കൽവിനകത്തുള്ളതുമായ കാര്യങ്ങളെ കണ്ണുകൊണ്ട് കണ്ട പോലെ കണ്ടു പറയുന്ന ആളാണ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ മുമ്പിൽ വന്നിരിക്കൊണ്ടിരിക്കുന്ന, തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരൂപങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആ മനുഷ്യരൂപങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് സാധിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു, ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കറാമത്തില്ലാത്തത് കൊണ്ടല്ല, മുഅ്ജിസത്തില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അദൃശ്യമായ കാര്യങ്ങളെ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമ്പോഴല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും അറിയാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം. ഇവിടെ പറയുന്നത് മൊയ്തീൻ ഷേഖ്, ഞാനിപ്പോൾ അബുദാബിയിൽ നിന്ന് മുഹയ്യിദ്ദീൻ ഷേഖിനെ ഏത് ഭാഷയിൽ വിളിച്ച് പ്രാർത്ഥിച്ചാലും മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വന്ന് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും. കാരണം
മരിച്ചതിനു ശേഷവും ജീവനുള്ള സമയത്തും എല്ലാം അദ്ദേഹത്തിന് മനുഷ്യന്മാരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുമായിരുന്നു. ഈ വിശ്വാസമാണ് മനുഷ്യനെ പിഴപ്പിച്ച ഏറ്റവും വലിയ അപകടകരമായ വിശ്വാസം. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അദൃശ്യമറിയാൻ കഴിയുമെന്ന്. എത്ര മഹാനായിരുന്നാലും ശരി, അള്ളാഹു തീർത്തു പറഞ്ഞു, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ലോകത്തില് ആകാശത്തിലും ഭൂമിയിലുമുള്ള യാതൊരാൾക്കും അറിയുകയില്ല അൽ ഗൈബ, അദൃശ്യമായ കാര്യങ്ങളെ, ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ. നോക്കിങ്ങള്, നമ്മളോട് ഇത് പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ വിമർശിക്കുന്നവനാണ്, അവമതിക്കുന്നവനാണ്, അവനോട് വെറുപ്പ് കാണിക്കുന്നവനാണെന്ന് അവലാതി പറയും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ അവലാതി പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം ആരാണെന്ന്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ നേരത്തെ പറഞ്ഞു, 950 കൊല്ലം പരിശുദ്ധ തൗഹീദിലേക്ക് ആളെ ക്ഷണിച്ച മഹാൻ, ഉലുൽ അസ്മീങ്ങളിൽപ്പെട്ട മഹാൻ. ലോകത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അവനായിട്ട് അറിയപ്പെട്ട പ്രവാചകൻ, ഒന്നാമത്തെ മുർസൽ. അങ്ങനെ ലോകത്ത് പ്രബോധനം കൊണ്ടും വയസ്സുകൊണ്ടും ചരിത്രം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം തൗഹീദിലേക്ക് ആളെ ക്ഷണിച്ച് പരാജയപ്പെട്ട സമയത്ത്, അഥവാ നിരാശനായ സമയത്ത് പറഞ്ഞു, പടച്ച തമ്പുരാനെ, ഈ ഭൂമുഖത്ത് നീ കാഫിറിന്റെ നുറുമ്പ് പോലും ബാക്കിയാക്കല്ല റബ്ബേ. അള്ളാഹു പറഞ്ഞു, ശരി, ഒരു കപ്പൽ പണിതോളൂ. ഒരു കപ്പൽ പണിതു. കപ്പൽ പണിയുമ്പോഴും തന്റെ ശത്രുക്കൾ തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ല. അള്ളാഹു പറഞ്ഞതനുസരിച്ച് കപ്പൽ പണിതു. പണിതതിനു ശേഷം തന്നെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്ന ആളുകളെ തന്റെ കപ്പലിൽ കയറ്റി. മൃഗങ്ങളെയും ജന്തുക്കളെയും എല്ലാം ഓരോ ഇണകളെ കയറ്റി. ആളുകളെങ്ങനെ നോക്കുമ്പോഴേ മകൻ കൂടല്ല. വെള്ളം അങ്ങനെ ആകാശത്തുനിന്ന് വർഷമായിട്ടും ഭൂമിയിൽ നിന്ന് ഉറവായിട്ടും വെള്ളം ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി. അപ്പൊ മകൻ അങ്ങ് അകലെ നിൽക്കുന്നുണ്ട്. മോനെ, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിമോനെ, വേഗം വാ മോനെ, കപ്പലിൽ കയറിക്കോളൂ. നീ സത്യനിഷേധികളിൽ പെട്ടുപോകരുത്, നീ മുങ്ങി നശിച്ചു പോകരുത്, വേഗം വരൂ എന്ന് മകനെ വിളിച്ചു. ഈ ഓൻ പറഞ്ഞു, ഇല്ലപ്പ, നിങ്ങൾ നോക്കിക്കോളി, വെള്ളം കയറിയല്ലേ. എന്നെ പ്രിയപ്പെട്ട പിതാവേ, ഞാൻ ഈ കാണുന്ന പർവ്വതത്തിന്റെ ശിഖരത്തിലേക്ക് ഓടി ഒളിച്ചു കൊള്ളാം, ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളാം, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പാട് നോക്കിയിരുന്നു. അല്ലാഹു തആല ആ പിതാവിന്റെയും പുത്രന്റെയും ഇടക്ക് മോജകൾ കൊണ്ട്, തിരമാലകൾ കൊണ്ട് മറയിട്ട് കളഞ്ഞു. മകൻ മുങ്ങി നശിച്ചുപോയി. അങ്ങനെ സത്യനിഷേധികൾ മുഴുവനും നശിച്ചു, സത്യവിശ്വാസികൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പറയുകയാണ്, ഇന്നബിനി മിൻ അഹ്ലി വ ഇന്ന വഅദക്കൽ ഹഖ് വ അൻത അഹ്കമുൽ ഹകീമീൻ. റഹ്മാനായ രക്ഷിതാവേ, എന്റെ അഹ്ലിനെ രക്ഷപ്പെടുത്താം നീ എന്ന് നീ ഏറ്റതാണ് തമ്പുരാനെ. എന്റെ മകൻ എന്റെ അഹ്ലിൽപ്പെട്ടവനാണല്ലോ റബ്ബേ, നിന്റെ വാഗ്ദാനം വളരെ സത്യമാണല്ലോ റബ്ബേ എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. പടച്ചോൻ പറഞ്ഞെന്താ അറിയോ? യാ നൂഹ് എന്ന് വിളിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ്, ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നി അഅ്ലുക അൻ തകൂന മിനൽ ജാഹിലീൻ. നൂഹേ, നിനക്ക് വിവരമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുത്. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവൻ സാലിഹല്ലാത്ത പ്രവർത്തനമാണ്, അവൻ വിശ്വാസിയല്ല, അവൻ സത്യവിശ്വാസിയല്ല. അതുകൊണ്ട് നിനക്ക് വിവരമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുത് എന്ന് പറയുന്നു. ആരോട്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. ഇന്നി അഅ്ലുക അൻ തകൂന മിനൽ ജാഹിലീൻ. നീ വിവരമില്ലാത്തവരിൽ പെട്ടുപോകാൻ പാടില്ലാത്തത് കൊണ്ടാണ് നിന്നോട് ഞാൻ ഉപദേശിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, തന്റെ മകനായി ജനിച്ചു, ഓമനിച്ച് വളർത്തി, യുവപ്രായമെത്തിയ മകൻ, ആ മകന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് ഉലുൽ അസ്മുകളിൽപ്പെട്ട 950 കൊല്ലം പരിശുദ്ധ തൗഹീദിലേക്ക് ആളെ ക്ഷണിച്ച ഒന്നാമത്തെ അറിയപ്പെട്ട മുർസലായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലാകുന്നില്ല എന്താണ് തന്റെ മകന്റെ മനസ്സിലുള്ളത്. മനസ്സിലുള്ള വിശ്വാസം ശരിയാണോ എന്നറിയുന്നില്ല. എന്നിട്ട് ആ കൂട്ടരെ
കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ. മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയാണ്, ഒരു കുപ്പിയുടെ ഉള്ളിലുള്ള, ഒരു പളുങ്ക് പാത്രത്തിന്റെ ഉള്ളിലുള്ള കാര്യം എത്ര വ്യക്തമായി, വസ്തു എത്ര വ്യക്തമായി പുറമെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രയും വ്യക്തമായി നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ അറിയും. നോക്കി, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക്, മുഅ്ജിസത്തുള്ള പ്രവാചകന്മാർക്ക്, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർക്ക്, അവരുടെ ജീവൻ തന്നെ ഇസ്ലാമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന പ്രവാചകന്മാർക്ക് പോലും തന്റെ മുമ്പിലിരിക്കുന്ന ആളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയുന്നില്ല. തന്റെ മകനായി ജനിച്ച് യുവാവാകുന്നവരെ താൻ പോറ്റി വളർത്തിയ മകന്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അറിയുന്നില്ല. ഇതാണ് അള്ളാഹു പറഞ്ഞത്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ അദൃശ്യമായ കാര്യങ്ങൾ അറിയുകയില്ലെന്ന്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ ഒരു ചൊരുക്ക്. നമസ്കരിക്കുമ്പോൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിന്ന് വളരെ വ്യക്തമായി, തമ്പുരാനെ ഞാൻ എന്റെ ഹൃദയം തിരിച്ചിരിക്കുന്നു നിന്നിലേക്ക്. അതെ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന നാഥ, നിന്റെ നേർക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ, എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം നിനക്കാണ് തമ്പുരാനേ എന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞാൻ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞാൻ സഹായത്തിന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തായി പറഞ്ഞത്? ആരാധന നിനക്കല്ലാതെ മറ്റൊരാൾക്കും ചെയ്യുകയില്ല തമ്പുരാനെ, നിന്നോടല്ലാതെ മറ്റൊരാളോടും ഞാൻ സഹായത്തിന് അഭ്യർത്ഥിക്കുകയില്ല രക്ഷിതാവേ. എന്നിരിക്കെ ആരാധനയുടെ മജ്ജയെന്ന്, ആരാധനയുടെ സത്തെന്ന് അള്ളാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ച പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് ചെയ്യാൻ നാം ഒരുമ്പെടാൻ പാടുണ്ടോ? ഇല്ല. എന്നാൽ ഒരു പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെ, അഥവാ രാത്രി ഉറങ്ങാൻ പോകുന്നവരെ ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം നാം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഇത് ആവർത്തിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇശാഇന് നമസ്കരിച്ചപ്പോൾ, സുന്നത്ത് നമസ്കരിച്ചപ്പോഴും വിത്ർ നമസ്കരിച്ചപ്പോഴും എല്ലാം ആവർത്തിച്ച് അള്ളാഹുവിനോട് പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന്. എന്നിട്ട് വന്നിട്ട് മൗലൂദ് കിതാബ് എടുത്തു വെച്ച് പാടുന്നത് എന്താണെന്നറിയോ? അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽഗാസത്തി സായിലിനാ അഗീഥൂനാ ഇദശ്തദ്ദത് അലൈനാ കറായിബു ലൈസ ഫിഹാ മൻ യഖീനാ. ഓമാനൂർ മൗലൂദിലുള്ള വരികളാണത്. എന്ന് പറഞ്ഞാൽ അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽഗാസത്തി സായിലിനാ, ഓമാനൂർ ശുഹദാക്കളെ, നിങ്ങളോട് സഹായം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, താണുകേണ് വന്നിരിക്കുന്നു. അതുകൊണ്ട് അഗീഥൂനാ ഇദസ്തദ്ദത് അലൈനാ കറായിബു ലൈസ ഫിഹാ മൻ യഖീനാ, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോൾ, ഞങ്ങൾക്ക് വിഷമങ്ങൾ വർദ്ധിക്കുമ്പോൾ ഓമാനൂർ ശുഹദാക്കളെ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ലൈസ ഫിഹാ മൻ യഖീനാ, അങ്ങനെയുള്ള ആപൽഘട്ടങ്ങളിൽ ഞങ്ങളെ കാക്കാൻ മറ്റൊരാളില്ല ശുഹദാക്കളെ. ഇപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ മൗലിദിന്റെ മുമ്പിൽ വന്നിരുന്ന് പറയുന്നത് ഓമാനൂർ ശുഹദാക്കളെ, നിങ്ങളല്ലാതെ ഞങ്ങളെ കാക്കാൻ മറ്റൊരാളില്ല എന്ന് ആരോട് പറഞ്ഞതാണ് സത്യം? അള്ളാഹുവിനോട് പറഞ്ഞതാണോ? അതല്ല ഓമാനൂർ ശുഹദാക്കളോട് പറഞ്ഞതോ? അതല്ലെങ്കിൽ ഒരു ഇത്തിരി മൂളുള്ള മനുഷ്യന്മാർ ഇതിന് നിൽക്കുവോ? നിങ്ങൾ നോക്കി ഓമാനൂർ ശുഹദാക്കൾ എങ്ങനെ മരണപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന നായന്മാരുമായി തല്ലുകൂടി. എന്തോ ഒരു പെൺകേസില് അമുസ്ലിങ്ങളുമായി
തർക്കമുണ്ടായി, തല്ലായി. കീറിയിട്ട വിറകിന്റെ കൊള്ളി എടുത്തിട്ട് തലക്കടിച്ചിട്ട് മരണപ്പെട്ടു പോയ, തലക്കടി കിട്ടിയിട്ട് മരണപ്പെട്ടു പോയ ആളുകളാണ് ഈ ശുഹദാക്കൾ എന്ന് പറയുന്നത്. ജീവനുള്ള കാലത്ത് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരമുസ്ലിം വിറകിന്റെ കൊള്ളിയെടുത്ത് തല്ലുമ്പോൾ അതിനെ തടുക്കാൻ കഴിയാതെ തലക്ക് കൊണ്ടിട്ട് മറിഞ്ഞു വീണ് മരിച്ചു പോയ ആളുകൾ ഇവിടെ ബസ് മറിയുമ്പോൾ കാക്കാൻ വരും എന്ന് വിശ്വസിച്ചാൽ, തന്റെ മകൻ കിണറ്റിൽ വീണാൽ അതെടുക്കാൻ അവർ വരുമെന്ന് വിശ്വസിച്ചാൽ എന്തുമാത്രം വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിലൊന്നും ജനങ്ങൾക്ക് വലിയ കാര്യമില്ലല്ലോ. എന്തോ വാപ്പ പറഞ്ഞത്, വല്യാപ്പ പറഞ്ഞത്, വല്യമ്മ പറഞ്ഞത്, അതെല്ലാം വിശ്വാസമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കില്ല, അള്ളാഹുവിനെ പരിചയപ്പെടുകയില്ല. അള്ളാഹുവിനെ പരിചയപ്പെടാൻ വേണ്ടി എന്താ ഉപയോഗിക്കലെന്ന് ചോദിച്ചാൽ അള്ളാഹിനെ പറ്റി പഠിക്കണം. എങ്ങനെ പഠിക്കണം? അള്ളാഹുവിനെ പറ്റി 40 അഖീദ പഠിച്ചിട്ടില്ലെങ്കിലോ മുസ്ലിം ആവൂല. എത്ര അഖീദ? 40 അഖീദ. എന്തെല്ലാണെന്ന് ചോദിച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, فالله موجود قديم باقي مخالف للخلق بالاطلاق وقائم وحنيف واحد وحي قادر مريد عالم بكل شيء എന്ന് തുടങ്ങിയിട്ട് 20 സിഫത്തുകൾ. അതില് 20 സിഫത്ത് വാജിബായത്, 20 സിഫത്ത് മുസ്തഹീലായത്. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ലാത്തത്. അതെന്തെല്ലാണ് നിങ്ങൾ ചിന്തിച്ചോക്കെ. ഒരു സിഫത്ത്, അള്ളാഹുവിന് കേൾവിയുണ്ട്. അള്ളാഹുവിന് കേൾവിയുണ്ട്, അള്ളാഹു കേൾക്കുന്നവനാകുന്നു. മറ്റൊരു സിഫത്ത്, കേൾവിയുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കുന്നവനാണ് എന്നല്ലേ അർത്ഥം. വേറൊരു സിഫത്ത്, അള്ളാഹുവിന് ചെവിട് പൊട്ടില്ല, അള്ളാഹു പൊട്ടനല്ല. ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ പോരെ. അള്ളാഹ് കേൾവി ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ് കേൾക്കുന്നവനാണ് എന്നും ചെവിട് പൊട്ടില്ല എന്നും ചെവിട് പൊട്ടനല്ല എന്നും വന്നില്ലേ. സിഫത്തിന്റെ കോലാണ്. അള്ളാഹു തആലാക്ക് ഇൽമുണ്ട്, എന്നിട്ടോ അള്ളാഹ് ആലിമാണ്. അള്ളാഹുവിന് ഇൽമുണ്ട്, അള്ളാഹ് ആലിമാണ്. അള്ളാഹ്ക്ക് ജഹിലില്ല, അള്ളാഹ് ജാഹിലല്ല. സിഫത്ത് എണ്ണി ഒപ്പിക്കാപ്പോ കേട്ടോ. അള്ളാഹ്ക്ക് ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹ് ജാഹിലല്ല എന്ന് വന്നില്ലേ. അള്ളാഹ്ക്ക് ജഹിലില്ല എന്ന് മനസ്സിലായില്ലേ. അള്ളാഹ് ആലിമാണെന്ന് മനസ്സിലായില്ലേ. അള്ളാഹ് പരിചയപ്പെടുത്തിയ പോലെ അള്ളാഹുവിനെ പരിചയപ്പെടാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഈ അപകടങ്ങൾ മുഴുവനും ഈ സമൂഹത്തിന് വന്നിരിക്കുന്നത്. അള്ളാഹുവിനെ പരിചയപ്പെടുന്നത് നിങ്ങൾ നോക്ക്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എന്താണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല തന്നെ. എന്താണത്? ഏതാണ് ഈ അല്ലാഹു? അൽ ഹയ്യു, ജീവനുള്ള അല്ലാഹു, നിത്യജീവനുള്ളവനായ അല്ലാഹു, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. അതെ, ആരാധിക്കപ്പെടുന്ന വ്യക്തി അഥവാ ആരാധിക്കപ്പെടുന്ന ശക്തി, ആരാധിക്കുന്നവൻ എന്ത് ചെയ്യുന്നു എന്നറിയാൻ കഴിയണമെങ്കിൽ ആ ആരാധ്യ വസ്തുവിന് ജീവനുണ്ടായിരിക്കണം. അങ്ങനെ നിത്യജീവനുള്ള ഒരു ശക്തി ലോകത്തിലുണ്ടെങ്കിൽ അല്ലാഹു മാത്രമാണ് അൽ ഹൈ. അതേ പ്രകാരം ആരാധിക്കുന്നവർ ഈ ആരാധന കൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അവന്റെ രക്ഷ, അപകടത്തിൽ നിന്നുള്ള രക്ഷ, ശിക്ഷയിൽ നിന്നുള്ള രക്ഷ, അവന്റെ ജീവിതത്തിന് ശോഭനമായ ഒരു ഭാവി, പരലോകത്ത് ശോഭനമായ ഒരു ജീവിതം, ഇതെല്ലാം അവൻ ഈ ആരാധന കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള നേട്ടങ്ങളെ നേടിക്കൊടുക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ ശക്തി, ഈ ലോകത്തിന്റെ അധികാരം, ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏതൊരു കയ്യിലാണോ ആ ആൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അൽ ഖയ്യൂം, ജഗന്നിയന്താവ്.
ലോകത്തിനെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, രോഗം മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു. ഇതെല്ലാം നടത്തിയാൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് തരാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന മുഴുവൻ വസ്തുവിന്റെയും ഉടമസ്ഥാവകാശമുള്ള ഒരു ശക്തിയോട് ചോദിക്കണം. അങ്ങനത്തെ ഒരു ശക്തി സർവശക്തനായ അള്ളാഹു മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അപ്പോ അൽ ഖയ്യൂം അതേ പ്രകാരം തന്നെ ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ. ലാ തഖുദുഹു സിന, അവന് തൂക്കിയുറക്കം ബാധിക്കുകയില്ല, അഥവാ ആലസ്യം. വലാ നൗമുൻ, അതേ പ്രകാരം തന്നെ ഉറക്കവും ആ ശക്തിയെ ബാധിക്കുകയില്ല, ആ റബ്ബിനെ ബാധിക്കുകയില്ല. കാരണം എന്താണെന്നറിയോ? തൂങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് അങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെക്കുക, പലപ്പോഴും നിങ്ങൾ പറയുന്നതല്ല അവൻ കേൾക്കുക. മനസ്സിലായോ? ഉറക്കം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥക്കാണ് സിനത്ത് എന്ന് പറയാ. അതിപ്പോ ചിലപ്പോ കേൾക്കും, പകുതിയെ കേൾക്കുള്ളൂ, പകുതി കേൾക്കൂല. പണ്ട് സ്ത്രീ പറഞ്ഞ ഓർക്കുന്നില്ല നിങ്ങൾ? ഒരു ദിവസം വഴുതു കഴിഞ്ഞ് വന്ന് പുരയിൽ വന്നിട്ട് പിറ്റേ ദിവസം ഭർത്താവ് അങ്ങാടി പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ളുഹർ നിൽക്കിരിക്കാൻ വേണ്ടി ഒതു എടുത്ത് നിൽക്കുകയാണ്. എടി പെണ്ണെ ഇതൊന്നെടുത്ത് അങ്ങോട്ട് വെച്ചാ അത് ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റൂല. അത് തൊട്ടാ ഒതു മുറിഞ്ഞു. ഒതു മുറിയേ? ആ അന്നേരം മൊലിയാര് വയലു പറഞ്ഞ പെങ്ങൾ കേട്ടില്ലേ, ചന്തസാമാനം തൊട്ടാ ഒതു മുറിയുന്ന് പറഞ്ഞ്. മൊലിയാര് വയലു പറഞ്ഞെന്താ, ശംഖസ്ഥാനം തൊട്ടാ ഒതു മുറിയുന്ന. മൂപ്പത്തി തൂക്കിയവർക്ക് കേട്ടത് ചന്തസാമാനം തൊട്ടാ ഒതു മുറിയുന്ന. ഈ തൂങ്ങിയുറങ്ങുള്ള സമയത്ത്, ആലസ്യമുള്ള സമയത്ത് കേൾക്കുന്നത് ചിലപ്പോൾ പകുതിയായിരിക്കും. ചൂടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂടി എന്ന് കേൾക്കും. അങ്ങനെ പല വിധത്തിലും മാറിക്കേൾക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആലസ്യമുള്ള ഒരു ശക്തിയോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചതല്ല തരിക, പറഞ്ഞതല്ല കേൾക്കുക. എന്നാ പടച്ചോൻ അതില്ല. ഉറക്കമുണ്ടായാലോ കേൾക്കുക തന്നെയില്ല, അതും അല്ലാഹുവിനില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതെ, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വവും അല്ലാഹുവിനുള്ളതാണ്. പിന്നെ ബഹുദൈവ ആരാധകന്മാർക്ക് ചെറിയൊരു ന്യായം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഞങ്ങള് ഈ ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാഹുവാണെന്ന് ഞങ്ങൾക്കറിയാം, ഈ ലോകത്തിനെ സംരക്ഷിക്കുന്നത് അല്ലാഹുവാണെന്ന് ഞങ്ങൾക്കറിയാം, ഈ ലോകത്തിന് പരിപാലിക്കുന്നത് അല്ലാഹുവാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ഈ ലാത്തന്റെയും മുസ്സന്റെയും മനാത്തന്റെയും മുമ്പിലൊക്കെ അല്ലാഹു അല്ലാത്ത ശക്തികളുടെ മുമ്പിൽ എന്തിനാണ് നിങ്ങൾ ഈ ആരാധനകൾ അർപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങള് അല്ലാഹു അല്ലാത്ത ഈ ആളുകളുടെ മുമ്പിൽ ഈ ആരാധനകൾ അർപ്പിക്കാൻ കാരണം ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും, അതുകൊണ്ടാണ്. അതിന് അള്ളാഹു മറുപടി അറിയാണ്. ആരാണ്ടോ അള്ളാഹിന്റെ അടുക്കൽ അള്ളാഹിനെ ഇതിനു കൂടാതെ ശുപാർശ അറിയാൻ വരുന്നത്? നിങ്ങൾ ആ വിചാരിച്ച ശുപാർശക്കാരനല്ല അള്ളാഹു. നിങ്ങൾ സാധാരണ ശുപാർശക്കാരുണ്ടല്ലോ, അവർക്ക് ശുപാർശ പറയാൻ വളരെ സൗകര്യ. കാരണം മുതലാളിന്റെ അടുത്ത് വന്ന് ശുപാർശ അറിയാം. മുതലാളി, ഈ വന്ന മമ്മദ് ഓനെ മുതലാളിക്ക് അറിയോന്നറിയില്ല. ഇല്ല, ഞാൻ അറിയില്ല. എവിടെയാണ് അവൻ? ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ താമസിക്കുന്നവനാണ്, വളരെ കാലമായി എനിക്ക് പരിചയമുണ്ട്, യാതൊരു കുഴപ്പമില്ലാത്ത ആളാണ്. അപ്പൊ എന്താ ആവശ്യം? ഓന്റെ മകളൊരു കല്യാണം ഉണ്ട്, ഒരു 10,000 റുപ്യ കടം കൊടുക്കണം. എടാ, ഞാനിവൻ അറിയില്ലല്ലോ. ഞാൻ അറിയും, ഓൻ തന്നിട്ടില്ല, ഞാൻ തരും. വളരെ വിശ്വസ്തനാണ്. എന്നാ മുതലാളി ഈ കാര്യസ്ഥന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് കൊടുക്കും. ഈ വന്നവൻ യഥാർത്ഥ കള്ളനാണെങ്കിലും ശരി, ചിലപ്പം മുതലാളി ഈ കാര്യസ്ഥന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് കൊടുക്കും. എന്നാല് പടച്ചോൻ ആ ജാതി ശുപാർശക്കാരാവശ്യമല്ല. കാരണം എന്താണെന്നറിയോ?
അവരുടെ മുമ്പിലുള്ളതിനെയും പിമ്പിലുള്ളതിനെയും അറിയുന്നവനാണ്. അവരുടെ ഭൂതത്തെയും ഭാവിയെയും അറിയുന്നവനാണ് സർവശക്തനായ അല്ലാഹു. ആ റബ്ബിന്റെ അടുക്കല് എന്തെങ്കിലും വിധത്തില് ശുപാർശ പറഞ്ഞ് കാര്യങ്ങൾ ഒപ്പിക്കാൻ സാധ്യമല്ല. ഭൗതിക ശക്തികളുടെ മുമ്പില്, ഭൗതിക നേതാക്കന്മാരുടെ മുമ്പില് നിങ്ങൾ ശുപാർശ പറയുന്ന പോലെ ശുപാർശ പറയാൻ പഠിച്ചവനെടുത്ത് കഴിയില്ല. ആ ധാരണയും വേണ്ട. അപ്പോഴേ ഇതുപോലെയാണ് അള്ളാഹുവിന്റെ സ്ഥിതി. ഭാവിയും ഭൂതവും കൃത്യമായി അറിയുന്നവൻ, ഉള്ളും പുറവും വ്യക്തമായി അറിയുന്നവൻ. അങ്ങനത്തെ റബ്ബിന്റെ അടുക്കൽ പോയിട്ട് എന്തെന്നാ നീ ശുപാർശ പറയാ? പടച്ചോനെ, നിനക്ക് ഇയാളെ പരിചയമില്ലെങ്കിൽ എനിക്ക് നല്ല പരിചയം ഉണ്ടെന്നോ? സലായി, അവൻ തന്നില്ലെങ്കിൽ ഞാൻ തരുമെന്നോ? എന്തെന്നാ ശുപാർശ പറയാ? അതാണല്ലോ പറഞ്ഞത്, അവരുടെ മുൻപിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും പടച്ച തമ്പുരാൻ വ്യക്തമായി അറിയുന്നവനാണ്. അങ്ങനത്തെ ഒരു ശക്തിയെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. അവരാരും തന്നെ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന്, അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവരറിയുകയില്ല. നിങ്ങൾ മഹാന്മാരെന്ന് പറയുന്ന വ്യക്തികൾ പോലും, നിങ്ങൾ നേതാക്കന്മാരെന്ന് പറയുന്ന വ്യക്തികൾ പോലും, നിങ്ങൾ സർവജ്ഞനെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികൾ, ശക്തികൾ പോലും അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. പിന്നെ വേറൊരു ന്യായം എന്താണെന്നറിയോ? പടച്ചോന് വലിയ പടച്ചോൻ തന്നെ. പിന്നെ സാധാരണ ഈ പ്രസിഡന്റ് സ്റ്റേറ്റുകളിൽ ഗവർണർമാരെ നിയമിക്കുന്ന പോലെ, ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചപ്പോൾ ജോർജ് ചക്രവർത്തി വൈസ്രോയിയെ നിയമിച്ച് ഇന്ത്യ ഭരിച്ച പോലെ, പടച്ച തമ്പുരാനാകുന്ന മഹാനായ ഈ ചക്രവർത്തിക്ക് ഈ നാട് മുഴുവൻ നോക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് ഓരോ പ്രദേശത്തേക്ക് ചില ഗവർണർമാരെ നിശ്ചയിക്കുന്ന പോലെ ചില ആളുകളെ നിശ്ചയിച്ചിട്ട് ചില അധികാരവും കൊടുത്തിരിക്കുന്നു. പഠിച്ചവന് ബുദ്ധിമുട്ടായതുകൊണ്ടേ. അതിനാണ് അല്ലാഹ് പറയുന്നത്, നിങ്ങൾ അല്ലാഹനെ മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് പറ്റിയ അമളിയാണ്. നമ്മളെ നാട്ടിലെ സ്ഥിതി ഇപ്പൊ തന്നെയാട്ടോ. ഓരോ പ്രദേശത്തേക്ക് ഓരോ ഖബർ, ഓരോ ഔലിയ, ഓരോ കാര്യത്തിന് ഓരോ ഔലിയ. ഇതുപോലത്തെ ഒരു വിശ്വാസം അന്നുണ്ടായിരുന്നു. അതിന് അല്ലാഹു മറുപടി പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഒന്നുമല്ല. വലാ യൗദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം. വലാ യൗദുഹു ഹിഫ്ളുഹുമാ, ആകാശങ്ങളെയും ഭൂമികളെയും സംരക്ഷിക്കുക, കാക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. വഹുവൽ അലിയുൽ അലീം, റഹ്മാനായ റബ്ബ് നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ ഉന്നതനാണ്, മഹാനാണ്. നിങ്ങൾ ആ റബ്ബിനെ മനസ്സിലാക്കുക, റബ്ബിനെ പഠിക്കുക, പരിചയപ്പെടുക, എങ്കിൽ നിങ്ങൾക്ക് ഈ അന്ധവിശ്വാസം വരികയില്ല. സ്നേഹിതന്മാരെ, ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായ നമ്മളിലാണ് ഇന്ന് ഇതിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസമുള്ളത്, അല്ലേ? ഇങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ പരിചയപ്പെട്ടു നോക്കൂ. അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന പോലെ അല്ലാഹുവിനെ പരിചയപ്പെട്ടാൽ, അല്ലാഹുവിനെ പഠിച്ചാൽ, അല്ലാഹുവിനെ അഖീദ മനസ്സിലാക്കിയാൽ നമുക്ക് അപകടമുണ്ടാവുകയില്ലായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയത് നേരെ തിരിച്ചാണ്. ഇടക്കാലത്ത് ഈ സമൂഹത്തിന്റെ വിശ്വാസത്തില് ശിർക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ശക്തി വളരെയേറെ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ പേരുകൾ മാറുന്നു എന്നല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി മക്കാവിൽ നിയോഗിക്കപ്പെട്ടപ്പോഴുണ്ടായിരുന്ന അതേ പ്രകാരമുള്ള ശിർക്കുകൾ ഇന്ന് ആ മുഹമ്മദ് നബിയെ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്ന, പരിശുദ്ധ ഖുർആനിനെ വേദഗ്രന്ഥമായിട്ട് അംഗീകരിക്കുന്ന ആളുകൾ തന്നെ വെച്ച് പുലർത്തുന്നു എന്നത് എന്തുമാത്രം സങ്കടകരമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ അറിവ്, അദൃശ്യ കാര്യങ്ങളിൽ അള്ളാഹുവിന് മാത്രമേ അറിവുള്ളൂ എന്ന സത്യം, അത് അംഗീകരിക്കാൻ ഇന്ന് ആളുകൾ സമ്മതിക്കുന്നില്ല. ഇത് പലർക്കും അംഗീകരിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന്, പ്രാർത്ഥന അതാണ് ആരാധന എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ പ്രാർത്ഥന
അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ മൊഹീദ്ദീൻ മൗലൂദൊക്കെ എടുത്തു നോക്കി. അന്താത്തുക്കല്ലാത്തുക്കിയായി അന്താസുഫല്ലസുഫിയായി സിർതാത്താജല്ലൗലിയായി ആതീനാ ഫത്ഹം മുബീനാ. മൊഹീദ്ദീൻ ശൈഖിനോട് പറയാണ്, അന്ത അത്ഖല്ലത്തുഖിയായി, മൊഹീദ്ദീൻ ശൈഖേ അങ്ങ് പക്വതരിൽ ഭക്തരാണ്. അന്ത അസ്ഫൽ അസ്ഫിയായി, മൊഹീദ്ദീൻ ശൈഖേ അങ്ങ് ശുദ്ധനാണ്. സിർത താജൽ ഔലിയായി, ശൈഖ് അവർകളെ അങ്ങ് ഔലിയാക്കന്മാരുടെ പൊന്മുടിയാണ്. ആതീനാ ഫത്ഹം മുബീനാ, ഞങ്ങൾക്ക് വ്യക്തമായ വിജയം തരണമേ. നോക്കി നിങ്ങൾ, നമ്മുടെ വിശ്വാസം കാട് കയറിയത് എവിടേക്കാണ് നോക്കി. വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൊഹീദ്ദീൻ ശൈഖിനോട്. നിങ്ങളുടെ ശ്രദ്ധ ഈ സമയത്ത് പരിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന അബൂജഹൽ കഅബത്തിന്റെ ഖില്ല പിടിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾക്ക് എവർക്കും ഓർമ്മയുണ്ടാകും. എന്താ പ്രാർത്ഥിച്ചതെന്ന് അറിയങ്ങള്? ഇറയോനെ ഹാദൽ ബൈത്തുടനായന ഹക്കൊട് ബാത്തിലി രണ്ടിൻ ഇടയിൽ പീരി തരുളിട് നീ ഇന്ദദിനന്ദനിലെ നമതിരുഭാഗം നീക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവർ ആരുനൈക്കറിയാം ഇവർകളെ ഇടയിൽ പീരിത്ത് ഖലാസിയത്താക്കിട് നീ പരനേ. ആരാണ് പറയുന്നറിയോ? സാക്ഷാൽ അബൂജഹൽ. പടച്ചോനെ, ഞങ്ങൾ ഇന്ന് രണ്ട് ഭാഗം നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ ഒരു ഭാഗം സത്യത്തിന്റെ ആൾക്കാരാണ്, മറുഭാഗം അസത്യത്തിന്റെ ആൾക്കാരുമാണ്. ഈ രണ്ട് ഭാഗത്തിന്റെ ഇടയിൽ സത്യത്തിന്റെ ആൾക്കാർക്ക് നീ വിജയം നൽകേണമേ ദൈവമേ, അഥവാ കഅബത്തിന്റെ നായകനായ റബ്ബേ, പടച്ചവനെ. ആരാത് ആർക്കെന്നറിയോ? അബൂജഹൽ. അപ്പോഴ് വിജയവും പരാജയവും നൽകുന്നത് പടച്ച തമ്പുരാനാണെന്ന് മുഹമ്മദ് നബിയുടെയും ലോകവിശ്വാസികളുടെ മുഴുവനും ജന്മശത്രുവാകുന്ന ഏറ്റവും വലിയ ബദ്ധവരിയായിരുന്ന അബൂജഹൽ വിശ്വസിച്ചിരുന്നു. പരാജയവും വിജയവും കൊടുക്കുന്നത് അള്ളാഹു ആണ്. എന്നാ നമ്മൾ അതിനേക്കാൾ തരം താഴ്ന്നു പോയോ? നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മിൽപ്പെട്ട ആളുകൾ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളവർകളോടാണ്. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് ഒരു തെറ്റും ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം മഹാനാണ്, അദ്ദേഹം നല്ലവനായിരുന്നു. പക്ഷേ പിൽക്കാലത്തിലുള്ള ആളുകൾ അദ്ദേഹത്തോട് ചെയ്ത ഏറ്റവും വലിയ നെറികേടാണ് ഈ ഞാൻ കേൾപ്പിക്കുന്നത്. അത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നാം ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിട്ട് എവിടെയാണ് വീഴുന്നത് എന്നുള്ള കാര്യം അതിനപ്പുറമാണോ എന്നത് നാം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോഴുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, وَإِذَا رَكِبُوا فِي الْفُلْكِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ إِلَى الْبَرِّ إِذَا هُمْ يُشْرِكُونَ. അവര് കപ്പലിൽ കയറി കപ്പലിന് കോള് പിടിച്ചാൽ അള്ളാഹിനോട് ഇതായിരിക്കും, പടച്ചോനെ നിനക്കല്ലാതെ രക്ഷിക്കാൻ കഴിയില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷിക്കണം റബ്ബേ എന്ന് ഇതായിരിക്കും. എന്നിട്ടോ നിന്നോട് മാത്രം മുഴുവൻ ആരാധനയുടെ ഭാഗങ്ങളും തിരിച്ച് അള്ളാഹുവിലേക്ക് നിർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാലോ ഇദാഹും യുശ്രികൂൻ, അപ്പോഴവര് ശിർക്ക് വെക്കും, ലാത്തനെ വിളിക്കും, ഉസ്സനെ വിളിക്കും, മനാത്തനെ വിളിക്കും. ഇതാണല്ലോ ഇക്രിമത്ത് മുസ്ലിം ആവാനുള്ള പ്രധാന കാരണം. മക്കം ഫതഹിന്റെ ദിവസം എവിടെ നിന്നാലും രക്ഷല്ല എന്നുള്ള നിലക്ക്
മൂപ്പര് നാട് വിടാൻ വേണ്ടിയിട്ട് പോയിട്ട് കപ്പലിൽ കയറി. കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കാറ്റ് വന്നു. കപ്പലിന്റെ ബാലൻസ് തെറ്റിയ വിധത്തില് ആകെ കുഴഞ്ഞാടാൻ വേണ്ടി തുടങ്ങി. കപ്പിത്താൻ പറഞ്ഞു, നിങ്ങളെല്ലാം പടച്ചവനോട് ദ്വാരനോളിട്ടോ. ഇക്രിമ ചോദിച്ചെന്ത്? പടച്ചവനോട് ദ്വാരനോളി, ഓന് മാത്രമേ ഇപ്പൊ രക്ഷിക്കാൻ കഴിയുള്ളൂ. എന്നാ കൂട്ടരെ, ഞാനെന്തിനാ നാട് വിടുന്നു? ഇത് തന്നെയല്ലേ മുഹമ്മദും പറയുന്നത്, ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇക്രിമത്ത് വിശ്വസിച്ചത്. ഇതാ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു. അപ്പോഴ് കടലിൽ നിന്ന് രക്ഷിക്കാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അവരുടെ വിശ്വാസമെങ്കിൽ നമ്മുടെ ആളുകൾ ഇന്ന് അവിടെ നിന്നും പിന്നോട്ട് പോയിട്ടില്ലേ എന്ന് നിങ്ങൾ ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ശരിയല്ലേ? സാധാരണ യൂസുഫ് ഹാജിയെ പറ്റി ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. മുർമൗലവി സാഹിബ് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടതെന്നാണ് എന്റെ ഓർമ്മ. ചാരിയത്ത് യൂസുഫ് ഹാജിനെ പറ്റി. അദ്ദേഹം ഹജ്ജിന് പോയ സമയത്ത് കപ്പലിന് കോള് പിടിച്ചു എന്ന് പറഞ്ഞു. മടക്കത്തിന് മടങ്ങിപ്പോരുന്ന സമയത്ത്, ഹജ്ജിന് കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോഴ് കപ്പലിന് കോള് പിടിച്ചു. ആകെ കുഴഞ്ഞാടാൻ തുടങ്ങി. ആളുകൾ പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചു. അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പല ആളുകളും. ചില ആളൊക്കെ ബദരീങ്ങളെ വിളിച്ചിട്ട് ബദരീങ്ങളെ കാക്കണേ, യൂസുഫാജിന്റെ അടുത്തുള്ള ആളോട് ഒന്നും ഉണ്ടായിരിക്കട, ഇതിലുള്ള ആളെയും കൊണ്ട് തന്നെ കപ്പൽ മറിയാൻ പോകുമ്പോ 300 ചിരാനും ബദരീങ്ങളെയും കൂടി പിടിച്ചേറ്റി എന്താ കഥ? ഞാൻ പറയുന്നത്, നമ്മളാളുകൾ ഇപ്പോഴും അള്ളാഹു അല്ലാത്ത ആളുകളെയാണ് കടലിന്റെ നടുക്കിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതെന്നാണ് നമ്മുടെ വിശ്വാസം. എന്തുമാത്രം അധപ്പതിച്ചു പോയി നമ്മുടെ ഈ സമൂഹത്തിന്റെ. പരിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളുകളാണ് വിളിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിഷാദം ഉൾക്കൊണ്ട ആളുകൾ, പരിശുദ്ധ ഖുർആനിൽ അനുയായികളാണെന്ന് അന്തസ്സോടുകൂടി പറയുന്ന മുസ്ലിങ്ങൾ ഇന്ന് എന്തുമാത്രം അധപ്പതിച്ചു പോയി. യഥാർത്ഥ മുശ്രിക്കുകൾ കടലിന്റെ നടുവിൽ വെച്ച് അല്ലാഹുവിനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമ്മുടെ വിശ്വാസം അതേക്കാൾ അധപ്പതിച്ചു പോയോ? ശാന്തമായി ആരോടും ചോദിക്കാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ഒന്ന് തപ്പി നോക്കൂ സ്നേഹിതന്മാരെ. ഈ വിശ്വാസമാണ് നമ്മിലുള്ളതെങ്കിൽ തീർച്ചയായും നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നമ്മുടെ തൗഹീദ് ശരിയാവാത്ത കാലത്തോളം നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അദൃശ്യമായ കാര്യങ്ങളിൽ ഉള്ള വിശ്വാസം, അത് അല്ലാഹുവിനെ മാത്രമേ അറിയൂ എന്ന സത്യം, അത് ലോകത്ത് നിന്ന് മുസ്ലിങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ സൂര്യപ്രകാശം പോലെ തെളിഞ്ഞിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. എന്തിന്? കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഗൈബ് അറിയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം നബിയെ ഈ സമൂഹത്തിനെ എന്ന്. എന്നിട്ടും നമ്മൾ ആളുകൾ സമ്മതിക്കൂല. പാട്ട് പാടുമ്പോ ബെയ്ത്ത് ചെല്ലുമ്പോ ഒക്കെ ചിലപ്പോ സമ്മതിക്കും, സത്യത്തിന്റെ അടുത്തെത്തുമ്പോ സമ്മതിക്കൂല. അതെ, നിങ്ങള് ആ മൗലിദ് അവിടുത്തെ നോക്കി, ഇലൈക യാ റബ്ബി ഖദ് വജഹ്തു ഹജാതി വജിതു ബാബക യാ റബ്ബി ബിറഗ്ബാതി അന്തൽ അലീമു ബിമാ തജ്രിൽ ലമീറു ബിഹി യാ അലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി. പടച്ചവനോട് പറയാണ്, പടച്ച തമ്പുരാനെ, ഞാനിതാ എന്റെ അടുക്കൽ എന്റെ ആഗ്രഹങ്ങളുമായി വന്നിരിക്കുന്നു രക്ഷിതാവേ. നീ എന്ന് പറഞ്ഞാൽ അന്തൽ അലീമു ബിമാ തജ്രിൽ ലമീറു ബിഹി, നീ ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി അറിയുന്നവനാണ് രക്ഷിതാവേ. യാ അലിമൽ ഗൈബി അല്ലാമൽ ഖഫിയാതി, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവനായ രക്ഷിതാവേ, നിനക്ക് മാത്രമേ ആ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ എന്ന് നമ്മൾ സമ്മതിക്കലുണ്ട്. അപ്പൊ അല്ലാഹു ആണ് അല്ലാമൽ ഗയൂബ്, അദൃശ്യങ്ങൾ അറിയുന്നവൻ എന്ന കാര്യം നമുക്കറിയാം. പക്ഷെ അനുഭവത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ എന്ത് വിശ്വസിക്കുന്നു? അല്ലാഹു അല്ലാത്ത ആളുകളും ഗൈബ് അറിയും. അതെ, ഗൈബ് അറിയുമെന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിനോട് ചുറ്റിപ്പറ്റി മനുഷ്യന്റെ മനുഷ്യത്വത്തെ തന്നെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഈ സമൂഹത്തിൽ ഉടലെടുത്തിരിക്കുന്നു. എന്തിനേറെ, എന്റെ കൂട്ടില് ഒരു പെണ്ണാടുണ്ട്. ആ പെണ്ണാട് ഒരു ദിവസം പ്രസവിച്ചു ഒരു കൊറ്റനാടിനെ. പ്രസവിച്ചൊരു മാസം കഴിഞ്ഞപ്പോൾ
ഞാൻ നേർച്ചയാക്കുന്നു ഉള്ളാളത്തേക്ക് അല്ലെങ്കിൽ മമ്പുറത്തേക്ക്, അന്ന് മുതൽക്ക് ആ ആടിന് ബുദ്ധി ഉണ്ടായിന്ന് മാത്രല്ല, ആ ആടിനെ കണ്ടാൽ ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്നു. മൃഗത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്നു. എന്തിനേറെ ആ ആടിന്റെ കഴുത്തിലൊരു സഞ്ചി ഉണ്ടെങ്കിൽ ആളുകൾ അതിൽ സംഭാവനകൾ അർപ്പിക്കുന്നു. കൊറ്റൻ റിസീവർ എന്ന് വേണമെങ്കിൽ അവനെ വിശേഷിപ്പിക്കാം. എന്നിട്ട് ആ സഞ്ചിയിൽ പൈസ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വന്നിട്ട് നെല്ല് തിന്നാല് അതിനെ തടയില്ല, കാരണം മൂസാടാണേ, ഒന്നും പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഉള്ളാത്താടാണ്. പല ബിരുദന്മാരും വഴിയിൽ വെച്ചിട്ട് പൈസ എടുക്കലുണ്ട്. ആടൊന്നും ചെയ്യലുമില്ല, ഒരു കഷ്ണം ശർക്കര കൊടുത്താൽ മതി. പക്ഷെ ഈ പാവങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, ഞാനിത് ഉള്ളാളത്താടാണെന്ന് പറഞ്ഞാൽ, മമ്പറത്താടാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജാറത്തിന്റെ പേര് പറഞ്ഞ് അതിനെ നേർച്ചയാക്കിയാൽ പിന്നെ മനുഷ്യനേക്കാൾ മഹാനായി ആടുന്ന, പിന്നെ മനുഷ്യന്റെ മനുഷ്യത്വം നശിക്കാൻ എവിടെയെങ്കിലും പോണോ? അങ്ങനെ മനുഷ്യത്വത്തിന് നിരക്കാത്ത വിധത്തിലുള്ള എന്തുമാത്രം വിശ്വാസങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമെന്ന വിശ്വാസത്തിൽ ചുറ്റിപ്പറ്റി ഈ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മയില്ലേ അടിമാലിയുണ്ടായ സംഭവം? അടിമാലിയിലുണ്ടായ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? റഹ്മത്തുകുട്ടി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു ഹിന്ദു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം കണ്ണും മൂക്കും അതേ പ്രകാരമുള്ള അവയവങ്ങൾ മുറിച്ചെടുത്ത് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി കളഞ്ഞു. എന്തിന്? നിധി കിട്ടും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈവൻ എണീച്ചു പോരും ചെയ്യും, അതെനിക്ക് എന്റെ കാളി ശക്തി കൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവാണ്. അതെ, കുടിയാൻമലയിൽ എന്ത് സംഭവിച്ചു നിങ്ങൾ ഓർക്കുന്നില്ലേ? അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു വൃദ്ധൻ അവിടെ തങ്ങളായിട്ട് ചെന്നു കുടിയാൻമലയിൽ. എന്നിട്ട് കുറച്ചു കാലം തങ്ങളായി നിന്നപ്പോ ഒരു കല്യാണം കഴിച്ചു കൊടുത്തു ആളുകള്. കാരണം മൂപ്പര് മന്ത്രിച്ചിട്ട് ഒരുപാട് സോക്കേടുകൾ മാറ്റി. ഒരു സ്ത്രീക്ക് സുഖല്ല, ആ സ്ത്രീനെ വിവാഹം കഴിച്ചാൽ മാറും, ഞാൻ വിവാഹം കഴിക്കണം എന്നാ മൂപ്പരെ നിർബന്ധം. കഴിപ്പിച്ചു കൊടുത്തു. ഒന്ന് പ്രസവിച്ചു നോക്കും, മൂപ്പര് ഇത് പറ്റൂലെന്ന് തോന്നി. അടിച്ചും ഇടിച്ചും തൊഴിച്ചും ആ സ്ത്രീയെ, നഫീസ എന്ന സ്ത്രീയെ കൊന്നുകളഞ്ഞു. കൊന്നിട്ടും ഈ വാപ്പയിമ്മയും നോക്കിക്കാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജീവനിപ്പം വരുമെന്ന്. 3 ദിവസം കഴിഞ്ഞിട്ടും ഈ അന്ധമില്ലാത്ത വിഡ്ഢികൾ നോക്കി നിൽക്കുകയാണ്, ഈ പെണ്ണിനിപ്പം ജീവൻ വരുമെന്ന്. ചീർത്ത് വീർത്ത ഈ സ്ത്രീയുടെ മേതെ കയറി നിന്ന് ചവിട്ടിയിട്ട് ഇപ്പം ജീവൻ വരും, ഇപ്പം ജീവൻ വരും എന്ന് പറഞ്ഞപ്പോഴും പെറ്റ് 10 മാസം വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി താരാട്ടി വളർത്തിയ ഉമ്മ നോക്കി നിൽക്കുകയാണ് ഈ തങ്ങളിലുള്ള വിശ്വാസത്തിന്റെ മഹത്വം. അവസാനം പോലീസിൽ നിന്ന് ആള് വന്നിട്ടാണ് ആ ശവം എടുത്ത് മറയത്. ഈ സമൂഹത്തിന്റെ വിശ്വാസം എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യഥാർത്ഥമായി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചപ്പോൾ മനുഷ്യരെങ്ങോട്ടും പോകാൻ മാത്രം അവന്റെ ഹൃദയങ്ങൾ ദുർബലമായി തീർന്നു. അതാണ് വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഖറഅ ഫകഅന്നമാ ഹറ മിനസ് സമാഇ ഫതഖ്തഫഹു അത്ത്-തൈറു ഔ തഹ്വി ബിഹി ar-റീഹു ഫീ മക്കാനിൻ സഹീഖ്. അല്ലാഹു പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്തി കഴിഞ്ഞാൽ അവൻ ആകാശത്തുനിന്ന് വീണ മാതിരിയാണ് എന്നാ. ആകാശത്തിന് മനുഷ്യനെ കണ്ട് വീഴാൻ നിൽക്കുക, ഓനൊരു പോയിന്റ് ഇങ്ങനെ കണ്ടുവച്ചിട്ട് നേരെ വന്ന് വീഴാൻ പറ്റുമോ? ഇല്ല, അങ്ങോട്ട് പാറും ഇങ്ങോട്ട് പാറും. അതെ, അല്ലെങ്കിൽ പക്ഷികൾ അവനെ കൊത്തിയെടുക്കും, ഏതെങ്കിലും അപകടകരമായ സ്ഥലങ്ങളിൽ പോയിട്ട് അവൻ വീണുപോകും. അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട്. അതെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചവന്റെ സ്ഥിതി ഇതാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ ആരെങ്കിലും അവിശ്വസിക്കോ അല്ലെങ്കിൽ പങ്കു ചേർക്കോ? ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പണ്ടൊരാള് പറഞ്ഞു, ഒരറബി രാവിലെ ബിംബത്തിനടുത്ത് പോയിട്ട് ആരാധനകൾ അർപ്പിക്കുന്ന സ്വഭാവമാണ് മൂപ്പർക്ക്. അങ്ങനെ രാവിലെ ബിംബത്തിന്റെ അടുക്കലേക്ക് മൂപ്പർ ആരാധനാ വസ്തുക്കളുമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു കുറുക്കൻ ഇങ്ങനെ തലയിൽ മൂത്രം ഒഴിച്ചു കൊടുക്കുകയാണ് ബിംബത്തിന്റെ. അങ്ങനെ കുത്തിരിക്കുന്ന ബിംബത്തിന്റെ തലയിൽ കരിങ്കല്ലാണല്ലോ. ഈ മനുഷ്യൻ ചിന്തിച്ചു, ഈ ആരാധനാ വസ്തുക്കളായിട്ട് പോയ മനുഷ്യൻ, വഷള്
അയാള് പറഞ്ഞു അയ്യേ വഷള് ഇനി ഇന്ന് മുതൽക്ക് ഞാൻ എതിരില്ലട്ടോ. ഈ കുറുക്കൻ തലയിൽ മൂത്രമൊഴിച്ചിട്ട് അനങ്ങാതിരിക്കുന്ന ഈ ദൈവത്തിനാണോ ഞാൻ ആരാധിക്കുന്നത്? അവൻ എത്രമാത്രം നിസ്സാരൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂജാവസ്തുക്കൾ വലിച്ചെറിഞ്ഞ് തിരിച്ചു പോന്ന കഥയുണ്ട്. ഒരു നിമിഷം ചിന്തിച്ചപ്പോൾ അവന് ഹിദായത്ത് കിട്ടി. നമ്മുടെ സമൂഹം ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. മുനമ്പത്ത് ജാറത്തിലേക്കും അതേ പ്രകാരമുള്ള ജാറങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, അവിടെ 1000 ഉറുപ്പികൾ ചെലവഴിച്ചിട്ട് നേർച്ചകൾ അർപ്പിക്കുന്ന, അവിടെ കാര്യസാധ്യതത്തിന് വേണ്ടിയിട്ട് ജാറങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആളുകൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഒരവസരത്തില് ഏതോ ഒരു സ്ഥലത്ത് വെച്ച് വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണപ്പോൾ രക്ഷ കിട്ടാതെ മുങ്ങി മരിച്ചുപോയി, അല്ലെങ്കിൽ ചത്തുപോയി. ഏതാണ് ജാതി എന്നറിയില്ല, എന്താണ് വർഗമെന്നറിയില്ല, പേരേതാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ശവം പൊന്നാനി കടപ്പുറത്ത് വന്നണഞ്ഞു. എന്നിട്ട് അവരെ പോലീസൊക്കെ വന്നിട്ട് നിങ്ങളെ ജാതിയാന്ന് തോന്നുന്നുണ്ട്, മറവ് ചെയ്തേക്കിന്ന് പറഞ്ഞു. അങ്ങനെ മറവ് ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴ് ഒരാൾക്കൊരു കിനാവ്. എന്താ കിനാവ്? ഇത് ബീവിയാണ്. എല്ലാ അന്ധവിശ്വാസവും ഉണ്ടാവൊരു കിനാവുമല. ഏതാണ് ജാതി എന്നറിയില്ല, ഇത് ഞാൻ പറയല്ല. അതിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി നേർച്ചപ്പാട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ നേർച്ചപ്പാട്ട് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ? ഊരും പേരറിയില്ല, മഷഹൂറും കൂറാവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് അത്, വെളിയങ്കോട് മർക്കാലി കുഞ്ഞിമരക്കാരി ഷഹീദും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. അതായത് ഞാൻ പറഞ്ഞല്ല, അതിൽ വിശ്വസിച്ച് ഭക്തിയോടുകൂടി പാട്ടുണ്ടാക്കി റഹ്മത്തുമാല വിൽപ്പന നടത്തുന്ന, മുലക്കന ബീവിമാല വിൽപ്പന നടത്തുന്ന ആളുകൾ ഉണ്ടാക്കിയ പാട്ടാ. ഊരും പേരും അറിയില്ല, നാടാതാണെന്ന് അറിയില്ല, പേരും അറിയില്ല. എന്നിട്ടോ മഷഹൂറും കുറവില്ല, പ്രസിദ്ധി കുറവില്ല. ഈ കൗമുബിൾ ഉണ്ടാകുമ്പോ പ്രസിദ്ധി കുറയോ? എന്നിട്ട് ബഹുമാനപ്പെട്ട ബീവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഈ ബഹുമാനപ്പെട്ട ബീവി വന്നണഞ്ഞിരിക്കുന്നത് പുതുപന്നാണിയാണ്, അഥവാ വെളിയങ്കോട്. വെളിയങ്കോട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട കുഞ്ഞിമരക്കാരി ഷഹീദായവരുടെയും ഉമർക്കാളിയുടെയും നാടാണ്. അങ്ങനത്തെ വെളിയങ്കോട്ടാണ് എന്നാ. വലിയ ബഹുമാനാണല്ലോ അപ്പൊ അത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നു വീണ അതേ മക്കത്ത് തന്നെയാണ് അബൂജാഹിലും പിറന്നു വീണ്. വ്യത്യാസമുണ്ടോ? ഇല്ല. അതുകൊണ്ട് യാതൊരു വ്യത്യാസവും ഇല്ല. എന്നിട്ട് ആളുകൾ പറയുന്നത്, ബഹുമാനം പറയുന്നത് ഇതാണ്. പണ്ടൊരു കുട്ടി പരീക്ഷയ്ക്ക് എഴുതിയൊരു കഥ അറിയാറുണ്ട്. എന്താണെന്നറിയോ? പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ചെന്ന് അവനോട് ചോദ്യമുണ്ട്, കുതിരയെ സംബന്ധിച്ച് 1.5 പേജിൽ കുറയാതെ എഴുതുക. കുതിരനെ പറ്റി ഓന് അറിയുന്നത് എന്തേ ഉള്ളൂ, 4 കാലും 1 ബാലും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതെഴുതി. കുതിര എന്ന് പറഞ്ഞാൽ 4 കാലും 1 ബാലുമുള്ള ജന്തുവാകുന്നു. എന്നിട്ട് കുതിരൻ എന്താക്കി കയറിട്ട് കൊണ്ടുപോയിട്ട് തെങ്ങിനോട് കെട്ടി. പിന്നെ തെങ്ങിനെ പറ്റി അങ്ങോട്ട് എഴുതിയെന്ന. കുതിരനെ കെട്ടിയ തെങ്ങാണല്ലോ. 1.5 പേജ്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? ഇതുപോലെ മുനമ്പത്ത് ബീവിനെ പറ്റി പറയാൻ വേറൊന്നുമില്ല. കടപ്പുറത്ത് കിട്ടിയൊരു ശവത്തിനെ പറ്റി വല്ലതും പറയാനുണ്ടോ? പിന്നെ പറയുന്നത് ആ മുനമ്പത്ത് ബീവിനെ മറവ് ചെയ്ത സ്ഥലത്തിനെ പറ്റിയാ. പേരറിയില്ല. കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ ആ പാട്ടിങ്ങനെ മറച്ചു നോക്കിയിട്ട് ഒരു 2-3 പേജ് ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ പേരിട്ടി. എന്താന്നറിയോ? പാരം വളരുമാ നിറഞ്ഞുള്ള ബീവി ഫാത്തിമത്തു സുഹ്റ എന്ന പൂവി. ഇത്രയും ബഹുമാനം നിറഞ്ഞ ഈ ബീവിയുടെ പേര് ഫാത്തിമത്തു സുഹ്റ എന്നാണ്. ഇതാര് പറഞ്ഞു? അത് കിനാവ് കണ്ടതാണ്. ഞാന് പൊന്നാനിക്ക് എടുത്തു പോയിട്ട് പൊന്നാനി ചെന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ നാളോട് പറഞ്ഞു, കൂട്ടരെ, ഈ കിനാവ് കണ്ട മനുഷ്യൻ കണ്ടത് കിനാവാണെങ്കിൽ ആദ്യം കാണിക്കേണ്ടത് ഈ പെണ്ണിന്റെ തറവാട് ഏതാണ്, വാപ്പ ഏതാണ്, നാട് ഏതാണ്, ഉമ്മ ഏതാണ് എന്നാ. അത് കാണാൻ പറയും. ഉള്ളന്ന് കാണൂലത്. കാരണം എന്താ അറിയോ? കണ്ട് ഇന്നാളാന്ന് പറഞ്ഞു പോയി, അല്ലെങ്കിൽ കള്ളത്തരം തന്നെ പറഞ്ഞു നിൽക്കുക. പിറ്റേന്ന് അവര് വരുമല്ലോ ജാറത്തിലെ പൈസന്റെ ഓരിക്ക്. ഉള്ളന്നും കാണൂല, വേണ്ടാത്ത മുഴുവൻ കാണും. ഇതാണ് സത്യത്തിൽ ഇതിന്റെ പിന്നിലെല്ലാമുള്ള രഹസ്യം. ഓരോ ആളുകളുടെയും ഉദരപൂരണം. അതിനൊത്ത ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കും.
അതിന് ചോദ്യലേലം കഥയിൽ കഥ തിരിച്ചു ചിന്തിക്കുന്ന സ്വഭാവവുമില്ല. കനകമലയില് ഒരു പാറുണ്ട്, അതിന്റെ അടുത്ത് പോയിട്ട് പല ആളുകളും നേർച്ചകൾ അർപ്പിക്കലുണ്ടല്ലോ. എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, അതൊരു മണ്ണാത്തി കല്ലായതാ. മണ്ണാത്തി കല്ലായതാ. എങ്ങനെ? അത് അവളിങ്ങനെ വിറകും പെറുക്കി ഇങ്ങനെ നടക്കുമ്പോ ഒരു ഔലിയനെ കണ്ട്. ഔലിയ പറഞ്ഞ ആരോടും ഈ പറയണ്ടട്ടോ. ഓളില്ല, ഞാൻ ആരോടും പറയില്ല, എന്നാ ഞാൻ നന്നാവും, നീ ഗുണം പിടിക്കും, നിനക്ക് നേമത്തൊക്കെ ഉണ്ടാവും, ഇന്നെ കണ്ടത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അവളൊന്നും പറയില്ലാന്ന് വിചാരിച്ചിങ്ങനെ പോരുമ്പോ വിചാരിച്ചു, എന്നാലും എന്റെ ഭർത്താവിനോട് ഞാനൊന്ന് പറയൂന്ന് വിചാരിച്ച പാട് കല്ലായി പോയിന്നാ. പിന്നെ ആര് പറഞ്ഞു ഇവള് ഔലിയനെ കണ്ടിനൂന്ന്? അതേ ചോദ്യല്ലല്ലോ. ഇവളിങ്ങനെ വിചാരിച്ചു എന്ന് ആര് പറഞ്ഞു? അവിടെയും ചോദ്യമല്ല. പിന്നെ ഇവളാണ് കല്ലായത് എന്നോ? അത് പറഞ്ഞത് എന്റെ അതിൽ കവിഞ്ഞ് ഇതിന് തെളിവ് ആവശ്യമല്ലാന്ന്. എന്ത് കറാമത്തുങ്ങൾ നോക്കി. ഈ ഔലിയാക്കന്മാരെ കറാമത്ത് പറയുന്ന സമയത്ത് ഈ കറാമത്തിന് വളരെ തുച്ഛം കാര്യം മതിയല്ലോ, ആളുകൾ വിശ്വസിക്കും. ഓ നല്ലത് തന്നെ, നല്ല കറാമത്ത് തന്നെ, നല്ല കറാമത്ത് തന്നെ. എന്താ ഇബിലീസിന്റെ പ്രേരണ ഉണ്ടാവും വിശ്വസിക്കാനേ. ഏത് വരെയെന്ന് ചോദിച്ചാല് ഈ കുട്ടികളുണ്ടല്ലോ, തീപ്പെട്ടിയിൽ കൊള്ളി എടുത്തിട്ട് ഒരു ഭാഗത്ത് വെച്ച് മറുഭാഗം കാലിയാക്കി ഇങ്ങനെ കളിക്കുന്നത്. അതിൽ കൊള്ളിയുണ്ടോ? ഇല്ല. ഇതിൽ കൊള്ളിയുണ്ടോ? ഉണ്ട്. ഇതൊരു കറാമത്താവോ? ഇന്നുള്ള 2 വയസ്സുള്ള കുട്ടീനോട് പറഞ്ഞാൽ കറാമത്താൻ സംഭവിക്കൂല. എന്നാല് മഞ്ഞക്കുളം മാലയില് മഞ്ഞക്കുളം ശൈഖന്റെ കറാമത്താണ്. കോലില്ലാ തീപ്പെട്ടിയില് തീക്കൊള്ളി കാട്ടിയോർ കോട്ടിയം കൊണ്ടോനെ നിഖ്സാൻ വരുത്തിയോർ. അതെ, അതൊരു കറാമത്താണ്. തീപ്പെട്ടി കൊള്ളി കാണിക്കലേ അതൊക്കെ അന്ന് വലിയ കറാമത്തായിരുന്നു. കാരണം ഇവനെ ചിലപ്പം ബുദ്ധിയുള്ളവനുണ്ടാവും, അതുകൊണ്ടാണല്ലോ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ ഇപ്പം പിഴിഞ്ഞു പിടിക്കുന്നത്. ഇങ്ങനെ ഒരു സമർത്ഥൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മുഴുവൻ ആളുകളുടെയും പണവും ശക്തിയും അതേ പ്രകാരമുള്ള സ്വാധീനങ്ങളും കൈവശപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗമാണ് ഈ ഔലിയായി ചമയൽ എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയിട്ട് ഔലിയായിട്ട് ഇങ്ങനെ ചമന്ന് നടക്കുക. അവര് ഒരൗത്തൻ ഔലിയായി കഴിഞ്ഞാൽ അവന് അദൃശ്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയും. അതേ പ്രകാരം ഞാൻ വിളിച്ചാ വിളി കേൾക്കാൻ പറ്റും. കൂട്ടരെന്നാ പിന്നെ അള്ള ഇവനുമായിട്ട് എന്താ വ്യത്യാസം? അത് ഇടക്കാലത്തുണ്ടായ ചില ഔലിയാക്കന്മാരാണ്. മൊഹീദ്ദീൻ ശൈഖിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇനി മൊഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് എന്നെ പറയാണെന്ന് നിൽക്കുക. ഈ അള്ളയും ഈ ഔലിയും എവിടെയാ വ്യത്യാസപ്പെടുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അള്ളാന്റെ സിഫത്ത് പോലത്തെ മുഴുവൻ സിഫത്തും യാ ശൈഖ് യാ മൊഹീദ്ദീൻ എന്ന് വിളിച്ചാൽ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കേൾക്കും. ദുന്യാവിൽ കാക്കാൻ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിക്ക് കഴിയും. ആഖിറത്തിൽ ചെന്നാലോ അവിടെയും കാക്കാൻ കഴിയും. അതെ, വനജ്ജിനി മിൻ ലല്ലാഫിഹാ മഹാലികുഹാ സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയദ്ദീൻ.